ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേട്ടറ്റ്, സീറ്ററ്റ്, സെറ്റ് എക്സാമുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു മേഖല. ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ അറിയാൻ പോവുകയാണ്. എന്താണ് ടീച്ചിങ്, വാട്ട് യു മീൻ ബൈ ടീച്ചിങ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടീച്ചിങ്, ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ആൻഡ് വാട്ട് ആർ ദ മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഇതേപോലെ തന്നെ മൈക്രോ ടീച്ചിങ് എന്താണ്, ഒരു വലിയൊരു സെക്ഷനാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ ടീച്ചിങ് അല്ലേ. വാട്ട് യു മീൻ ബൈ ടീച്ചിങ്, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഇൻബോണായിട്ട് നമ്മളെല്ലാവരും എന്താണ്, ടീച്ചേഴ്സാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് ടീച്ചിങ്ങിനെ നമ്മൾക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ കഴിവ് നമുക്കുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഓക്കെ, വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇൻട്രാക്ഷൻ ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് യു മീൻ ബൈ ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മ്യൂച്വൽ ബെനിഫിറ്റാണ്. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി, ഡെറൈവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി അധ്യാപകർ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ കുട്ടികൾ അധ്യാപകരുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതിന് എന്ത് വേണം, ദ ബോത്ത് ഓൺ ദെയർ ഓൺ ടാർഗറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് കുട്ടികൾക്ക് അതിന് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അധ്യാപകർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി പെർസ്പെക്റ്റീവിൽ നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഏറ്റവും കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ടീച്ചറാണ്, രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റാണ്, മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ മൂന്ന് എലമെൻറ്റുകളും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് എന്ത് നടക്കുന്നത്, അവിടെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു വോൾസം ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മോറിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്, ടീച്ചിങ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് ലെസ് മെച്യൂർ പേഴ്സണാലിറ്റി വിച്ച് ഈസ് ഡിസൈൻഡ് ടു ഫർദർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ലേറ്റർ അല്ലേ. എനിക്ക് ഈ ഒരു ഡെഫിനിഷനോട് വലിയ താല്പര്യമില്ല. കാരണം ടീച്ചിങ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് ലെസ് മെച്യൂർ പേഴ്സണാലിറ്റി ഇല്ലേ. ഇവിടെ മോർ മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് കാണിക്കുന്നത് എന്താണ്, ടീച്ചേഴ്സിനെയാണ്. ദ ടീച്ചേഴ്സ് ആർ നോട്ട് എ മോർ മെച്യൂർഡ് പേഴ്സൺ. കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ലെസ് മെച്യൂർഡ് പേഴ്സണായിട്ട് കുട്ടികളെയും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മോറിസൺ എന്ന് പറയുന്ന വ്യക്തി ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡെഫിനേഷനോട് വ്യക്തിപരമായിട്ട് എനിക്ക് എന്തുണ്ട്, വിയോജിപ്പുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ടീച്ചിങ്ങിനെ പറയുമ്പോൾ ഇറ്റ്സ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ, ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് ലെസ് മെച്യൂർ പേഴ്സണാലിറ്റി. ടീച്ചിങ് ഈസ് എ സ്റ്റിമുലേഷൻ. ഇതൊരു നല്ല ഡെഫിനേഷനാണ്. ടീച്ചിങ് ഈസ് എ സ്റ്റിമുലേഷൻ, ഗൈഡൻസ്, direction, encouragement of learning. It is a stimulation, guidance, direction and encouragement of learning. ഇതാണ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, വാട്ട് ആർ ദ പേർപ്പസ് ഓഫ് ടീച്ചിങ്. നമ്മൾ എന്തിനാണ് ടീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീച്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ടു ഗീവ് സം നോളേജ് ടു സ്റ്റുഡൻസ്. ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ടു ഗീവ് സം നോളേജ് ടു സ്റ്റുഡൻറ്റ്. കുട്ടികൾക്ക് കുറച്ച് നോളേജ് പ്രൊവൈഡ് ചെയ്യുക. പാസിങ് സം ഇൻഫർമേഷൻ ടു ദം. കുറച്ച് ഇൻഫർമേഷൻസ്, അറിവ് അവരിലോട്ട് പകർന്നു കൊടുക്കുക. മേക്കിംഗ് ദ സ്റ്റുഡൻറ്റ് ടു അക്വയർ സം സ്കിൽ. ചില സ്കില്ലുകൾ, കഴിവുകൾ നേടുന്നതിലേക്ക് അവരെ എത്തിക്കുക. ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ലേണേഴ്സ്. ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ലേണേഴ്സ്. ലേണേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഉണ്ടാക്കുക. Modifying behavior of the students. Modifying behavior of the students. കുട്ടികൾ
അവരുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ടീച്ചിങ്ങിൻ്റെ പർപ്പസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസാണ് മോഡിഫൈ ദ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻറ്റ്, ലേണിംഗ് സാധ്യമാക്കുക എന്ന് പറയുന്ന സംഭവം. ഗീവിങ് സം എക്സ്പീരിയൻസ് ടു ലൈഫ്, ഗീവിങ് സം എക്സ്പീരിയൻസ് ടു ലൈഫ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് purpose and characteristics of teaching. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടീച്ച് ചെയ്യുന്നത്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ക്രിയേറ്റിംഗ് learning situation, creating a learning situation, creating a learning situation. ടീച്ചിങ്ങിൻ്റെ ഫങ്ഷനാണ്. മോട്ടിവേറ്റിംഗ് ദ ചൈൽഡ് ടു ലേൺ, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്, 2-3 തരം മോട്ടിവേഷൻ ഉണ്ട് അല്ലേ. ഏതൊക്കെ മോട്ടിവേഷനാണുള്ളത്? ഇൻട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട് അല്ലേ. 2 തരം മോട്ടിവേഷൻ ഉണ്ട്, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പൈൻഡ് ആയിട്ടുള്ളൊരു വേർഷനും ഉണ്ട്. മോട്ടിവേറ്റിംഗ് ദ ചൈൽഡ് ടു ലേൺ, അറേഞ്ചിങ് ദ കണ്ടീഷൻ വിച്ച് അസിസ്റ്റ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ചൈൽഡ് മൈൻഡ് ആൻഡ് ബോഡി. കണ്ടീഷൻ വിച്ച് അസിസ്റ്റ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ചൈൽഡ് മൈൻഡ് ആൻഡ് ബോഡി, കുട്ടിയുടെ ശരീരവും മാനസികമായിട്ടൊരു വളർച്ച ഉണ്ടാക്കുന്നതിന്, ശാരീരികപരവും മാനസികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ സഹായിക്കുന്നു. യൂട്ടിലൈസിങ് ദ ഇനിഷ്യേറ്റീവ് പ്ലേ urges to the children to receive in learning, turning the children to creative learning. ക്രിയേറ്റീവ് ലേണിങ്ങിലേക്ക് കുട്ടിയെ എന്ത് ചെയ്യുക, എത്തിക്കുക. ക്രിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ടീച്ചിങ് ആണ്. ഇൻസ്പയറിംഗ് ദ ചിൽഡ്രൻ വിത്ത് നൊബിലിറ്റി ഓഫ് തോട്ട്സ്, ഫീലിംഗ് ആൻഡ് ആക്ഷൻ. കുട്ടിയെ വിത്ത് നൊബിലിറ്റി ഓഫ് തോട്ട്സ്, ഫീലിംഗ് ആൻഡ് ആക്ഷൻ. ഗീവിങ് സം ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലൈനിങ് ഇറ്റ്, കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുക. ഡയഗ്നോസിങ് ദ ലേണിംഗ് പ്രോഗ്രസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് ഫങ്ഷനാണ്. കുട്ടികൾക്കുണ്ടാകുന്ന, നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. മേക്കിംഗ് കരിക്കുലർ മെറ്റീരിയൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള കരിക്കുലർ മെറ്റീരിയൽ ഉണ്ടാക്കുക. ഇവാലുവേറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇവാലുവേറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, ERR എന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് ആൻഡ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന് ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷനും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റിയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഇതിൽ സീ ദിസ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് 2 മോട്ടിവേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഏതാ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷനായിട്ട് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഉള്ളൊരു മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷനിൽ 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് മോട്ടിവേഷനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, രണ്ടാമത്തെ ടൈപ്പ് മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 2 kinds of motivation are discussed under the terms of principle of motivation. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ടീച്ചിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം, ഒരു കുട്ടിയിൽ ഒരു പഠനാനുഭവം കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം അല്ലേ. ഇത് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവന്നത് ഫ്രോബെല്ലാണ്. അദ്ദേഹത്തിൻ്റെ കിൻഡർ ഗാർഡൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലൂടെയാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ വേൾഡ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തതെന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്ങിൻ്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഇൻട്രസ്റ്റ്. ഇപ്പം നമുക്കറിയാം, പഠിക്കുക എന്ന് പറയുന്നതിന് കുട്ടിക്ക് ഒരു താല്പര്യം വേണം. അപ്പോൾ ആ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളത് ടീച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കിങ് വിത്ത് ലൈഫ്, കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ലിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനൈറ്റ് എയിം, the principle of recognizing individual difference. For example, we are dealing with the most important childrens in a school. അതായത് ആ സ്കൂളിലെ തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരിക്കും? 50 കുട്ടികളുണ്ടായിരിക്കും അല്ല. ഇന്നത്തെ കേരള സെറ്റപ്പിൽ നമുക്കറിയാം 35 കുട്ടികളുണ്ടായിരിക്കും. ഈ 35 കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഓരോ കുട്ടി എന്തായിരിക്കും, ഇപ്പോൾ ഈ ഒരു കുട്ടി പോലെ ആയിരിക്കില്ല ഈ ഒരു കുട്ടി. ഫിസിക്കലായിട്ട് മാറ്റം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ 35 കുട്ടികളും ഓരോ തരത്തിൽ സ്വഭാവ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലാസ് പ്ലാൻ ചെയ്യാനും ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലാസ് എടുക്കാനും. ഓക്കെ. ദെൻ അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ ഏതാ? പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്. ഒരു ടീച്ചർ നല്ലൊരു പ്ലാനർ ആയിരിക്കണം. കാരണം ടീച്ചിങ് ഇന്നോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബെസ്റ്റ് പ്ലാന് പ്രീ ആക്റ്റീവ് ഫേസിലും അതേപോലെ തന്നെ ആക്റ്റീവ് ഫേസിലും ആൻഡ് പോസ്റ്റ് ആക്റ്റീവ് ഫേസിലും ടീച്ചർക്ക് ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കുട്ടികളെ എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതും എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റിവിഷൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് certain reaction and action, the principle of democratic dealing. These are the important principles which associate with teaching. Okay. These are the important principles which associate with the teaching. Okay. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് we need to understand what are the maxims of teaching. We need to understand what are the maxims of teaching. മാക്സിയം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ടീച്ചിങ്ങിന് കുറച്ച് മാക്സിയംസ് ഉണ്ട്. ടീച്ചിങ് മാക്സിയം വിച്ച് മീൻസ് ദാറ്റ് ആസ് എ ട്രൂത്ത് ഡ്രോൺ ഫ്രം സയൻസ് ഓഫ് എക്സ്പീരിയൻസിങ് ഓവർ ദ ഇയേഴ്സ് അല്ലേ. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ടീച്ചിങ് ആണ്. റൂൾസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ റൂൾ ഫോർ നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിന് ഒരു റൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൂൾസ് ഓഫ് ടീച്ചിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിയർ വി ക്യാൻ സീ ദാറ്റ് എവറി ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഫെമിലറൈസ് ഹിംസെൽഫ് വിത്ത് എ ടൈം ഹോണേർഡ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. വാട്ട് ആർ ദ റൂൾസ് ഓഫ് ടീച്ചിങ്? ഒന്നാമത്തെ റൂളാണ് ഫ്രം നോൺ ടു അൺനോൺ. കുട്ടിക്ക് അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പഠിപ്പിക്കുക. സിമ്പിൾ ടു കോംപ്ലക്സ്, നമ്മൾ സിമ്പിൾ കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക. എന്നിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നോളേജിൽ നിന്ന് കോംപ്ലക്സ് ആയ ഒരു നോളേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കുട്ടിയെ എത്തിക്കുക. ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്, കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഐഡിയയിൽ നിന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ കുട്ടിയെ എത്തിക്കുക. particular to general, indefinite to definite, from whole to parts. These are the important rules of teaching അല്ലേ. ഇതാണ് റൂൾസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ റൂൾസ് ഓഫ് ടീച്ചിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റൂൾസ് ഓഫ് ടീച്ചിങ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ക്ലാസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിംസ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു ടീച്ചർക്ക് നല്ലൊരു ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഫോർ ടീച്ചിങ്. ഓക്കെ. ഇനി അടുത്ത ടീച്ചിങ്ങുമായി ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഏത്? മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്.
കേട്ടോ. ടീച്ചിങ്ങുമായി ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോട്ടലൻ ആൻഡ് റോബർട്ട് ബുഷ് ലെയ്റ്റ് ആച്ചേഴ്സൺ എന്ന് പറയുന്ന 3 വ്യക്തികൾ 1963 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ 1963 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് റോബർട്ട് ബുഷ്, ഡോട്ടലൻ, ലെയ്റ്റ് ആച്ചേഴ്സൺ എന്ന് പറയുന്ന 3 വ്യക്തികൾ കണ്ടുപിടിച്ച ഒരു കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് ആണ് എന്ത് പറയുന്നത്, മൈക്രോ ടീച്ചിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റിമുലേറ്റഡ് ടീച്ചിങ്. ഒരു സ്റ്റിമുലേറ്റഡ് ടീച്ചിങ് ആണ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, ഇറ്റ്സ് എ ട്രെയിനിങ് ഡിവൈസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വേരിയസ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് സ്റ്റേജസ് ഇൻ ദ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചറിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അപ്ലൈ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രീ സർവീസ് ഘട്ടത്തിലോ ഇൻ സർവീസ് ഘട്ടങ്ങളിലോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് ഡിവൈസ് ആണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് training procedure for teacher preparation aimed at simplifying the complexities of regular teaching process. Aimed at simplifying the regular teaching process. Aimed at simplifying the regular teaching process. And it is referred to as training procedure for teacher preparation aimed at simplifying the complexities of regular teaching process. മൈക്രോ ടീച്ചിങ്ങിനെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കണ്ണുകളിൽ നിന്ന് നമ്മൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. സ്കെയിൽ ഡൗൺ ടീച്ചിങ് എന്ന് പറയുന്നത് 5 to 10 കുട്ടികൾക്ക് വേണ്ടി 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ നടത്തുന്ന ടീച്ചിങ്ങിനെയാണ്, ഏതെങ്കിലും ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ടീച്ചിങ്ങിനെയാണ് എന്ത് പറയുക, മൈക്രോ ടീച്ചിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മൈക്രോ ടീച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ദ റിയൽ ടീച്ചിങ് ദാറ്റ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് ദ സ്കിൽസ് ആൻഡ് competencies. Developing the skills and competencies. സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ്, ഇത് റിഡ്യൂസ്ഡ് ക്ലാസ് സൈസ് ആണ്, റിഡ്യൂസസ് ടൈം റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൈസ് ഓഫ് ദ ടോപ്പിക് ഇവിടെ റിഡ്യൂസ് ചെയ്യുന്നു. റിഡ്യൂസസ് ദ ടീച്ചിങ് സ്കില്ല് ഇവിടെ ഇതുണ്ട്, റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതെന്താ, ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ഡിവൈസ് ആണ്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ഡിവൈസ് ആണ്. പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ആൻഡ് ഫോർ മേക്കിംഗ് ദി എഫക്റ്റീവ് teaching. These are the important principles of micro teaching. Okay, അടുത്ത കോൺസെപ്റ്റ് എന്താ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മൈക്രോ ടീച്ചിങ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മൈക്രോ ടീച്ചിങ്? ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതൊക്കെയാ, ടു എനേബിൾ ദ ടീച്ചർ ട്രെയിനീസ് ടു ലേൺ ആൻഡ് അസിമുലേറ്റ് ന്യൂ ടീച്ചിങ് സ്കിൽ അണ്ടർ ദ കൺട്രോൾഡ് സിറ്റുവേഷൻസ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ടു എനേബിൾ ടീച്ചർ ട്രെയിനീസ് to gain confidence in teaching and to master a number of skills by dealing with a group of pupils. These are the objectives of micro teaching. Phases of micro teaching എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോളേജ് അക്വിസിഷൻ ഫേസ് ഉണ്ട്, രണ്ടാമത്തേത് സ്കിൽ അക്വിസിഷൻ ഫേസ് ഉണ്ട്, മൂന്നാമത്തെ എന്താ, ട്രാൻസ്ഫർ ഫേസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഫേസസ് ഓഫ് ടീച്ചിങ്. ഫേസസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് 3 ഫേസ് ആണുള്ളത്. ഒന്ന് പ്രീ ആക്റ്റീവ് ഫേസും, ഇൻ്ററാക്റ്റീവ് ഫേസും, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജും. പ്രീ ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിക്സിങ് അപ്പ് ദ ഗോൾ, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഫിക്സിങ് അപ്പ് ദ വേസ് ആൻഡ് മീൻസ് ടു അച്ചീവ് ഗോൾസ്. ഇൻ്ററാക്റ്റീവ് ഫേസ് ഉണ്ട് അല്ലേ.
ഇൻറ്ററാക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇവിടെ പെർസെപ്ഷൻ, ഡയഗ്നോസിസ് ആൻഡ് റിയാക്റ്റീവ്, ഈ 3 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. പോസ്റ്റ് ആക്റ്റീവ് ഫേസ് ഉണ്ട്, ഇതൊരു ഇവാലുവേഷൻ സ്റ്റേജ് ആണ്. ഇവാലുവേഷൻ സ്റ്റേജ്. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഓഫ് ടീച്ചിങ്. ഇനി മൈക്രോ ടീച്ചിങ്ങിൻ്റെ പ്രിൻസിപ്പേഴ്സിൻ്റെ, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൈക്രോ ടീച്ചിങ് സൈക്കിൾ, ദിസ് ഇസ് കോൾഡ് എസ് മൈക്രോ ടീച്ചിങ് സൈക്കിൾ. ഇവിടെ കണ്ടോ, പ്ലാൻ എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സൈക്കിളാണ്. ദെൻ ടീച്ച്, പ്ലാൻ, ടീച്ച് ആൻഡ് ഫീഡ്ബാക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, റീപ്ലാൻ ചെയ്യും, റീടീച്ച് ചെയ്യും, റീഫീഡ്ബാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്ലാൻ, ടീച്ച് ആൻഡ് ഫീഡ്ബാക്ക് അല്ലേ, ഫീഡ്ബാക്ക് ഇത് ഫസ്റ്റ് സൈക്കിളാണ്. രണ്ടാമത്തെ സൈക്കിൾ ഏതാ, റീപ്ലാൻ, റീടീച്ച്, ഓക്കെ, റീഫീഡ്ബാക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡ് സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ ടോട്ടൽ മൈക്രോ ടീച്ചിങ്ങിൻ്റെ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൈക്രോ ടീച്ചിങ്ങിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ഏതൊക്കെയാണ് പ്രൊസീജിയർ, ഓറിയൻറ്റേഷൻ, ഡിസ്കഷൻ ഓഫ് ദ ടീച്ചിങ് സ്കിൽ, സെലക്ഷൻ ഓഫ് ദ പർട്ടിക്കുലർ ടീച്ചിങ് സ്കിൽ, ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ടീച്ചിങ് സ്കിൽസ് ആൻഡ് ലിങ്ക് പ്രാക്ടീസ്. മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യുന്നതാണ് ലിങ്ക് പ്രാക്ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എനിക്ക് പറയാനുള്ളത്. ഓൾ ഓഫ് യു ഷുഡ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ടീച്ചിങ്, what are the purpose of teaching, what are the functions of teaching, ടീച്ചിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്, ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. if you have any doubts you can contact me. Thank you.